ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും മറ്റു കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ പറയുന്നത് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുമാണ്. ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളും. എല്ലാ ദിവസവും ഓരോ പുതിയ വിവരങ്ങൾ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോനെ പറ്റി എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് എന്തെങ്കിലും അറിയാനോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതിൻ്റെ കാര്യങ്ങൾ വെച്ച് തന്നെ ഞാനൊരു പുതിയ വീഡിയോ വലുതായിട്ട് കാര്യങ്ങൾ പറയാനുള്ളതാണെങ്കിൽ അത് വെച്ചൊരു വീഡിയോ തന്നെ ചെയ്യാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ഇടാം കേട്ടോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും ചോദിക്കുന്നതാണ്, ഞങ്ങളുടെ വീട്ടിലെ പ്ലാന്റ്സ് നിറയെ ഇല കാണാതെ പൂക്കൾ വിരിയണം, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്, എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ച് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യാറുണ്ട്. എനിക്ക് ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ, ഇലകളും പൂക്കളും ഒന്നും നല്ല രീതിയിൽ വരുന്നില്ല, വിചാരിച്ചത്ര ഒരു ബുഷിയായിട്ട് പ്ലാന്റ് നിൽക്കുന്നില്ല, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. എന്നാൽ മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിലെ പ്ലാന്റ് നല്ല രീതിയിൽ പൂക്കളിടാനാണ് ഈ വളം ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടത്. ഇതൊരു സ്ലറി പോലെയുള്ള ഒരു ഇതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന 5 പൈസ ചിലവില്ലാത്ത ഒരു വളമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അല്ലേ. അപ്പം നമുക്കിതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം വീട്ടിലില്ലാത്ത ഒരു വീട് പോലില്ല. നമ്മളെല്ലാവരും ചോറ് വയ്ക്കുന്നതുകൊണ്ട് തന്നെ കഞ്ഞിവെള്ളം ഉണ്ടാവും അല്ലേ. അപ്പം നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. മണ്ണിൻ്റെ കോശങ്ങളെയൊക്കെ നല്ല രീതിയിൽ ഒരു ഉണർവ് കൊടുത്ത് നമ്മളെ പ്ലാന്റ്സ് ഭയങ്കര ഹെൽത്തി ആയിരിക്കും. അപ്പോൾ കഞ്ഞിവെള്ളം ആണ് നമ്മുടെ ഇന്നത്തെ താരം. കഞ്ഞിവെള്ളം, നിങ്ങളുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത്, നമ്മുടെ എല്ലാവരുടെ വീട്ടിലും പ്ലാവ് ഉണ്ടാവും, പ്ലാവില്ലാത്ത ആരും തന്നെ ഇല്ല. ഇനി നിങ്ങളുടെ വീട്ടിൽ പ്ലാവില്ലെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു 5 or 10 പ്ലാവില ഇലയാണ് സംഘടിപ്പിക്കേണ്ടത്. അതൊന്ന് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. ഈ ഫെർട്ടിലൈസർ പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ് 1 മാസം കൊണ്ട് ഇല കാണാതെ പൂവിടും. അതേപോലെ ലീവ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഫ്രഷ് ആയിട്ട് നല്ല ഗ്രീനിഷ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് ആദ്യം തന്നെ കുറച്ച് പ്ലാവിലയാണ്. അപ്പം ഞാനൊരു 5-8 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ഫെർട്ടിലൈസർ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നുണ്ട്. എല്ലാം ചെടികൾക്ക് ഒഴിക്കുന്നുണ്ട്. ഞാൻ വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ എൻ്റെ പ്ലാന്റ്സിൽ ഈ ഫെർട്ടിലൈസർ എന്നൊക്കെ പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെടി കരിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സിന് കൊടുക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ബൾക്കായിട്ട് ഉണ്ടാക്കിക്കൊള്ളൂ കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ പ്ലാവില എടുത്തു കൊണ്ടുവരാം. എന്നിട്ട് അത് ചെറുതായിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. പിന്നെ ഒരു കാര്യം പറയാം, നമ്മളിത് കഞ്ഞിവെള്ളമായിട്ട് മിക്സ് ചെയ്താണ് ചെയ്യുന്നത്. അത് ചൂടില്ലാത്ത കഞ്ഞിവെള്ളം എടുക്കുകയും പിന്നെ അതിലൊട്ടും ഉപ്പും ഇടരുത്. ഉപ്പില്ലാത്ത ചൂടില്ലാത്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ നമ്മൾ ഈ ഫെർട്ടിലൈസറിന് വേണ്ടി ഇനി വേണ്ടത്. ഈ ലീഫ് കട്ട് ചെയ്തിട്ട് ഞാനതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം ഈ നമ്മുടെ പ്ലാവിലയിലില്ലേ ഒരുപാട് പ്ലാന്റ്സ് വളരാൻ വേണ്ട പൊട്ടാഷ്, ഫോസ്ഫറസ്. ഈ പൊട്ടാഷ്യം ഫോസ്ഫറസുമാണ് നമ്മളെ പ്ലാന്റ്സിന് നല്ല രീതിയിൽ പൂവുണ്ടാക്കേണ്ട സാധനം. അത് ഈ ചക്കയുടെ ഇലയില്ലേ, പ്ലാവില, അതിൽ നിറയെ ഉണ്ട്. കൂടാതെ നൈട്രജനും ഉണ്ട്. അപ്പോൾ മണ്ണിൽ നൈട്രജൻ്റെ അളവൊക്കെ ബാലൻസ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലീവ്സും പ്ലാന്റ്സും ഒക്കെ നല്ല ഹെൽത്തി ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ഈ ഫെർട്ടിലൈസർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് ഇത് നല്ലതാണെന്ന് മനസ്സിലാക്കി എപ്പോഴും കൊടുക്കരുത് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം കൊടുക്കുക. അതേപോലെ ഇത് ഉണ്ടാക്കി അതിൻ്റെ പിറ്റേ ദിവസം തന്നെ കൊടുക്കുക. അല്ലാതെ ഇങ്ങനെ ചില ഫെർട്ടിലൈസർ, ഇപ്പോൾ ഓനിയൻ ഫെർട്ടിലൈസറൊക്കെ നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം. ഇതങ്ങനെയല്ല. കഞ്ഞിവെള്ളം പുളിച്ചു കഴിഞ്ഞാൽ അത്ര നല്ലതല്ല. അപ്പോൾ ഒറ്റ ദിവസത്തേക്കുള്ള ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത് ഉണ്ടാക്കുക. അതിൻ്റെ പിറ്റേ ദിവസം നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കുക. അങ്ങനെയാണ് കേട്ടോ ഇത് ചെയ്യേണ്ടത്. പ്ലാവില കംപ്ലീറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അമിനോ ആസിഡ് ഉണ്ട്, വിറ്റാമിൻ B1, B2, ഫോസ്ഫറസ്, സിലിക്കൺ, ലാക്റ്റിക് ആസിഡ്, ബാക്ടീരിയ,
ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ വെറുതെ ചുമ്മാ കളയുന്ന കഞ്ഞിവെള്ളത്തിലുണ്ട്. അത് നിങ്ങൾക്ക് അറിയായിരുന്നോ? ഇതൊക്കെ പ്ലാന്റ്സിനും നമുക്കും നല്ലതാണ്. അതുകൊണ്ടാണ് പണ്ടുള്ള ആൾക്കാരൊക്കെ കഞ്ഞിവെള്ളം നിറയെ കുടിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ച കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഞെരടി കൊടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഞെരട്ടി കൊടുക്കാം. ഈ ഒരു ഫെർട്ടിലൈസർ നമ്മളെ ചെടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ചെടീൻ്റെ പ്രതിരോധശേഷി കൂടും, പിന്നെ നല്ല രീതിയിൽ പൂവിടുകയും ചെയ്യും കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് അടച്ച് വെക്കുക. ഇനിയിപ്പോൾ നമ്മളൊരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കേണ്ടത് കേട്ടോ. ഒരു ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നത്. നമ്മുടെ അന്നുള്ള കഞ്ഞിവെള്ളത്തിൽ ഇല മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ ഇതെടുക്കുക. ഇന്ന് തന്നെ നമ്മൾ പ്ലാന്റ്സിന് അപ്ലൈ ചെയ്യണം കേട്ടോ. അല്ലാതെ ഈ ഫെർട്ടിലൈസർ എടുത്ത് വെക്കരുത് കേട്ടോ. എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സിന് നല്ലതല്ല, എടുത്ത് വെച്ചൊഴിക്കുന്നത്. ഇനി ഞാൻ നന്നായിട്ട് ഞെരടുമ്പോൾ ഒരു ദിവസം മുഴുവൻ ഈ കഞ്ഞിവെള്ളത്ത് ഇരുന്നല്ലോ ഈ പ്ലാവില, അപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ ചെറിയ രീതിയിൽ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ ലീഫ് ഇങ്ങനെ അളിഞ്ഞ് പോകേണ്ട ആവശ്യമില്ല. ഇതിലാവശ്യത്തിനുള്ള പ്ലാന്റ്സിന് വേണ്ട വൈറ്റമിൻസ് എല്ലാം ഈ ഒരു ദിവസം കൊണ്ട് തന്നെ ഇതിലേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളിത് നല്ല രീതിയിൽ പിഴിഞ്ഞ് ഇതിൻ്റെ ജ്യൂസ് ചെറിയ രീതിയിലൊരു ജ്യൂസ് ഇതിലേക്ക് മിക്സ് ആവും കേട്ടോ. കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായി ഞരടിയിട്ട് നമ്മളൊന്ന് ഇങ്ങോട്ട് മാറ്റുക. പിന്നെ നിങ്ങൾക്കൊരു സ്റ്റെയിനറൊക്കെ വെച്ചായിരിക്കും കേട്ടോ. വേണമെങ്കിൽ എളുപ്പത്തിൽ 1 മിനിറ്റ് കൊണ്ട് അത് പണി കഴിയും. അപ്പം ഞാനിങ്ങനെ എടുക്കുകയാണ് ചെയ്തത്. അതൊക്കെ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം കേട്ടോ. ഇനി ഞാനിത് 5 ലിറ്ററിൻ്റെ ഒരു ബക്കറ്റാണ് എടുത്തത്. ഇത് 5 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഞാൻ ഈ കണ്ട കഞ്ഞിവെള്ളം ഒഴിച്ചത്. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഡയറക്റ്റ് കട്ടിയുള്ള കഞ്ഞിവെള്ളം പ്ലാന്റ്സിന് നല്ലതല്ല, ഗുണമല്ല, ദോഷമാണ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു 5 ലിറ്റർ വെള്ളത്തിലേക്ക് ഈ ലിക്വിഡ് മിക്സ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും, ഫ്ലവറിങ് പ്ലാന്റ്സിനും ലീഫ് പ്ലാന്റ്സിനും എല്ലാം കൊടുക്കാം. നമുക്ക് പച്ചക്കറിക്കും ഈ ഫെർട്ടിലൈസർ കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫെർട്ടിലൈസറാണിത്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. പിന്നെ ഇതേ പ്ലാവില നമുക്ക് വേറൊരു രീതിയിൽ ഉപയോഗിക്കാം. നമ്മൾ ചാണകമില്ലേ, ഇവിടെ നിന്നെങ്കിൽ എടുത്തു കൊണ്ടുവന്ന് ചാണകവെള്ളം കലക്കി വെച്ചിട്ട് അതിൽ ഈ പ്ലാവില ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ അത് പച്ച ചാണകം കിട്ടാനുള്ള എളുപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ കാര്യം നിങ്ങൾക്ക് ചാണകവെള്ളത്തിൽ ചെയ്യാം കേട്ടോ. ഈ പ്ലാവില കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് അപ്പം ഇത് മണ്ണിന് കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൻ്റെ pH ലെവൽ കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ മണ്ണ് ഉണങ്ങാതെ മണ്ണൊരു നനവോടെ നിൽക്കുമ്പോൾ പ്ലാന്റ്സിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കൊടുക്കേണ്ട ആഴ്ചയിൽ 1 or 2 പ്രാവശ്യം, അതിൽ കൂടുതൽ കൊടുക്കരുത്. ഉപ്പിടാത്ത കഞ്ഞിവെള്ളം എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇത് വരണ്ട കാലത്തും മഴക്കാലത്തും എല്ലാ കാലത്തും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പം വളരെ നല്ലതാണ്. ഇത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വേരുകൾ ശക്തിയായിട്ട് നല്ലൊരു പ്ലാന്റായി നമുക്ക് കിട്ടും. പിന്നെ മഴക്കാലത്തും ഇങ്ങനെ മണ്ണിലുള്ള പോഷകമൊക്കെ അല്ലേ, അത് നല്ല രീതിയിൽ നിലനിർത്തിയിട്ട് നല്ലൊരു പ്ലാന്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കഞ്ഞിവെള്ളവും ഈ ലീഫും കൂടിയുള്ള ഫെർട്ടിലൈസർ നല്ലൊരു ഫെർട്ടിലൈസറാണ്. അപ്പോൾ മണ്ണിൻ്റെ കാർബൺ വർദ്ധിക്കുകയും വളങ്ങളുടെ വേറെ ഒരു വളം കൊടുക്കേണ്ട ഈ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പ്ലാന്റ്സിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുകയും ചെയ്തിട്ട് നമ്മുടെ പ്ലാന്റ്സും ഒക്കെ നല്ല ഹെൽത്തിയായി നമ്മുടെ പൂക്കളൊക്കെ നിറയെ വന്ന് നമ്മുടെ വീട് ഒരു നല്ല അടിപൊളി ഒരു ഗാർഡനാക്കി തരും ഈ ഒരു ഫെർട്ടിലൈസർ കൊടുത്താൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മുടെ ചാനലിൽ, ജമന്തിപ്പൂക്കൾ ചാനലിൽ നിറയെ റോസിൻ്റെ കെയറും ടിപ്സും ഒക്കെയുള്ള വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചാനലിൽ കയറി കാണുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നല്ലൊരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം പ്രത്യേകം വീണ്ടും പറയാണ്, കഞ്ഞിവെള്ളം ഓവർ പുളിച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് കൊടുക്കാതിരിക്കുക. അപ്പം ഇതൊരു സ്ഥിരമായിട്ട് ഇത് നല്ല ഫെർട്ടിലൈസറാണെന്ന് കണ്ടിട്ട് സ്ഥിരമായിട്ട് ഇത് കൊടുക്കാതിരിക്കുക. പിന്നെ ഒരുപാട് കൊടുക്കരുത്, മണ്ണിൻ്റെ pH താഴ്ന്നു പോകും. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ശ്രദ്ധിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെയാണ്. കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം നല്ലതായിട്ട് തന്നെ വരും. അപ്പം നല്ലൊരു ദിവസമാവട്ടെ. ഇനിയുള്ള ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാവട്ടെ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.